2025 ഞാൻ കണ്ട ഏറ്റവും മികച്ച ചിത്രമായിരുന്നു എക്കോ. തീർത്തും വ്യത്യസ്തമായൊരു മലയാള സിനിമ. ഇതുവരെ മലയാള സിനിമ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം, കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രകൃതിയിലെ മറ്റ് ബിംബങ്ങളൊക്കെ. ഇത്രയും മനോഹരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു മലയാള സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. തിയേറ്ററിലേക്ക് സിനിമ കാണാനായിട്ട് കയറിയതിന് ശേഷം സിനിമ അവസാനിക്കുന്നത് വരെ നമ്മൾ ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ നമുക്കത് നോക്കിയിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളെ തലച്ചോറിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സിനിമയുടെ ഘടകങ്ങളായിട്ടുള്ള സംവിധാനം, സിനിമറ്റോഗ്രഫി, തിരക്കഥ, അഭിനേതാക്കളുടെ പ്രകടനം, ഇതെല്ലാം കൊണ്ടും മികച്ചു നിൽക്കുക എന്ന് പറയാം ഒരു സിനിമയ്ക്ക് അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ടെക്നിക്കലി നമ്മളിപ്പോൾ വളരെ മികച്ച സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതിൽ എന്തോ വല്ലാത്തൊരു അനുഭൂതി, മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതി, അതിൻ്റെ ലൊക്കേഷൻസ് ആയാലും മറ്റു കാര്യങ്ങൾ, ദൃശ്യമികവായാലും നമുക്കത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സാധാരണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിലെ ഒരു ത്രില്ലറായിരുന്നു സിനിമ. അതിൻ്റെ ക്ലൈമാക്സ് ഡയറക്ടർ റിവീൽ ചെയ്തത് തികച്ചും സംഭാഷണങ്ങളിലൂടെ മാത്രമായിരുന്നു. പൂർണ്ണമായും സംഭാഷണങ്ങളിലൂടെ മാത്രം റിവീൽ ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് എത്രത്തോളം മലയാളി ഓഡിയൻസ് അത് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒന്ന് ശങ്കിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മൊമെൻറ്റ് അതായിരുന്നു എന്ന് വേണം പറയാം. അത് കാണുമ്പോൾ പ്രേക്ഷകൻ്റെ മുഖത്തുണ്ടാവുന്നൊരു സംതൃപ്തി അത് അതിമനോഹരമായിരുന്നു, അതിഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളൊരു നോവലോ ചെറുകഥയോ ഒക്കെ വായിച്ചു തീർക്കുമ്പോൾ അതിൽ അവസാനത്തെ പേജ് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കഥ എന്തും ആയിക്കോട്ടെ, അത് തീർന്നു കഴിഞ്ഞാൽ നമ്മളൊരു നിശ്വാസം എടുത്തുകൊണ്ട് നമുക്കൊരു പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാവാറുണ്ട്. ആ പുഞ്ചിരി കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു സിനിമ കാണുമ്പോൾ, ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എക്കോ കണ്ടിറങ്ങിയപ്പോഴായിരുന്നു. മറ്റു സിനിമകളെ പോലെ തീർത്തും അലസതയോടുകൂടി കണ്ടു തീർക്കാൻ കഴിയുന്ന ഒരു സിനിമ ആയിരുന്നില്ല എക്കോ. പൂർണ്ണമായിട്ടും സിനിമയിൽ അർപ്പിച്ചുകൊണ്ട് അതിലെ കഥാപാത്രങ്ങളായിക്കൊണ്ട് ആ കഥാപശ്ചാത്തലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് നമുക്കത് വീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു മാസ്മരികമായിട്ടുള്ള ലോകം നമുക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് മറ്റ് സിനിമകൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ഗുണമായിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ.